ഉണ്ട്, അതിൽ ഫുൾ തിയേറ്റർ ഇങ്ങനെ ആ ഒരു അതിലേക്ക് വന്നൊരു സീൻ ഉണ്ടാവില്ല. കണ്ണുകൂടിയിരിക്കുകയാണല്ലോ, സൂപ്പർ പടല്ലേ. മലയാളം മൂവീസിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ ഹോറർ ത്രില്ലേഴ്സ് ആക്ച്വലി കുറവ്. ഹോറർ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ജോണറാണ്. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ലെവലിലെ ഹോറർ മൂവീസ്, ഹോറർ ത്രില്ലേഴ്സ് ഇനിയും ഒരുപാട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ മൂവി എന്തായാലും ഭയങ്കര പ്രണവ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് തോന്നുന്നുണ്ടോ? ഉണ്ടായില്ല, ഫുൾ പുള്ളി ആ പടത്തിനെ ടേക്ക് ചെയ്തത്. കാരണം ഡയറക്ഷനും എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്കൊരു ഫിലിം എക്സ്പീരിയൻസ് അല്ല, ഒരു കംപ്ലീറ്റ് ഒരു ഇവന്റ് നമ്മൾ എങ്ങനെ നേരിട്ട് കാണുന്നു ആ ഒരു ഫീലായിരുന്നു. കാരണം അങ്ങനെയാണല്ലോ, അങ്ങനെ വേണമല്ലോ. ആക്ടിങ് ആയിട്ടോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല, ഒരു പെർഫോമൻസ് ആയിരുന്നു. അത് പടത്തിൻ്റെ ക്വാളിറ്റി, സൗണ്ട്, എല്ലാ ടീമും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് രാഹുലേട്ടൻ്റെ പടങ്ങൾ നേരത്തെ എടുത്ത് നോക്കിയാൽ അറിയാം, അത് ആ ഒരു ക്ലാസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു തീരുമാനമാണ് രാത്രി. പിന്നെ ഈ സ്പോയിലേഴ്സൊക്കെ ഫ്രഷായിട്ട് കാണാൻ പറ്റിയതിൽ അതും വലിയ, കാരണം സ്പോയിലേഴ്സ് വന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ കാണുന്നത്. അതെ അതെ, തിയേറ്ററിൽ ഈ സ്കെയറി മൂവീസ് ഇഷ്ടപ്പെടുന്നത് ശരിക്കും ഇത് കാണണം. കാരണം ആ ഫീലോടെ കാണാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ കാരണം നമ്മളൊരു വലിയ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ചിരിയും ബഹളങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ക്രൗഡിനെയൊക്കെ ക്ലച്ച് ചെയ്ത് ആ പടം പിടിച്ച് അതങ്ങനെ കൊണ്ടുപോയത് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതിലോട്ടൊന്നും കൊണ്ടുപോയില്ല. നല്ല രീതിയിൽ എങ്ങനെ ഒരു മാച്ച് അല്ലാണ്ട് ഒരു യൂണിവേഴ്സ് അങ്ങനെ കൊണ്ടുപോകേണ്ട, ഉള്ള പടം നല്ല രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അതെ, ആ കറക്റ്റ് സ്കെയിൽ. ഇപ്പോൾ ഒരുപാട് ജംപ് സ്കെയർസ് ഉണ്ട്, പക്ഷേ ആ വലിയ ഒരു രൂപമൊന്നും കാണിക്കാണ്ട് വിത്ത് സൗണ്ടും ഒരു മൈന്യൂട്ട് സിഗരറ്റ് വലിക്കുന്ന ശബ്ദം വരെ നമുക്ക് കേൾക്കായിരുന്നു. അതാ ആ ഡയറക്ടറിന്റെ കഴിവാണ്. സൗണ്ട് എഫക്ട്സും മൊത്തം ഫുൾ അടിപൊളിയായിരുന്നു. നമുക്ക് എവിടെയും ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ ആ ഒരു ഹോറർ മൂഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചില സീൻ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സീനുണ്ട്, അതിൽ ഫുൾ തിയേറ്റർ ഇങ്ങനെ ആ ഒരു അതിലേക്ക് വന്നൊരു സീൻ ഉണ്ടാവില്ല. അതാ ഞങ്ങൾ ഇപ്പൊ ഈ ഷോ കണ്ടുകൊണ്ടാണ് അത്ര ഒരു എഫക്റ്റിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഭയങ്കര ഒരു ഇത് തന്നിട്ട് ചിലവർക്ക് അത് ഇഷ്ടപ്പെടാണ്ടൊക്കെ ഇരിക്കാം, പക്ഷേ എന്തായാലും നമ്മൾ കണ്ടതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പടമുള്ള അടിപൊളി പടമാണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. പ്രണവിൻ്റെ മാജിക് അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. പിന്നെ രാഹുൽ സദാശിവൻ ഡയറക്ടറുടെ ഒരു പ്രകടനം, പുള്ളിയാണ് ഇതിൽ ഫുൾ ഓഫ് കൈകടത്തിയേക്കുന്നത്. പ്രമേയവും ഭൂതകാലമൊക്കെ കണ്ട് ഞെട്ടിയവർക്ക്, അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയവർക്ക് ഉറപ്പായിട്ട് പടം ഇഷ്ടപ്പെടും. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. പ്രണവ് തകർത്ത് ആടിയിട്ടുണ്ട്. ഇതിൻ്റെ എവരി ഏരിയ, എഡിറ്റിംഗ് ആണെങ്കിലും BGM ആണെങ്കിലും ഡയറക്ഷൻ, ക്യാമറ ലെവലൊക്കെ അസാധ്യമാണ്. ഒരു പക്ക ത്രില്ലർ ബേസ്ഡ് ഹൊറർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ജോണറിൽ പോയേക്കുന്നൊരു പടമാണ്. തിയേറ്റർ വാച്ചുകൾ ഐറ്റം തന്നെയാണ്. എൻഡിങ് ഒക്കെ കൊണ്ടു നിർത്തിയേക്കുന്നതും ഒരു ഭയങ്കര രസമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ നിയറസ്റ്റ് വന്നതിൽ വെച്ചിട്ട് നല്ലൊരു ഹൊറർ ടച്ചുള്ളൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. നല്ല സിനിമ തന്നെയാണ്, തിയേറ്റർ വാച്ചുകൾ തന്നെയാണ്, ഒരു ഡൗട്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതായത് നമ്മളൊരു ഔട്ട് ഓഫ് ഇന്ത്യ, ഐ മീൻസ് ഫ്രഞ്ച്, സ്പാനിഷ് മൂവീസൊക്കെ കാണുന്നൊരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പോൾ കോൺചറിങ് ഒക്കെ കണ്ടേക്ക് നമ്മൾ ഞെട്ടിയേക്കുന്ന ആ ഒരു ഇത് മലയാളത്തിൻ്റെ വേർഷൻ രീതിയിൽ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ എഫക്റ്റാണ് ഉദ്ദേശിച്ചത്, കമ്പാരിസൺ അല്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തിയേറ്റർ വാച്ചുകളാണ്, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റംസ് ഉണ്ട്. പ്രണവിൻ്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് ഉണ്ട്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ വർത്താണ്. പ്രണവിൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. ഒരു ചെറിയ നോട്ടത്തിൽ പോലും പടത്തിൽ പിടിച്ചിട്ടുണ്ട്. സൂപ്പർ പൊളി, അടിപൊളിയായിട്ട് പടം, ഒരു രക്ഷയില്ല. പേടിച്ചോ, കണ്ണുകൂടിയിരിക്കുകയാണല്ലോ, സൂപ്പർ പടല്ലേ. ശരിക്കും പേടിച്ചു, നോക്കിയിരിക്കാനുള്ള ധീരമില്ല സത്യം പറയാൻ. ഞെട്ടിക്കണം, ഭയങ്കര സൂപ്പറായിട്ട്. അടിപൊളി, സൂപ്പറാണ്. ഇതിപ്പോ മോഹൻലാല് തിരിച്ചു വന്ന ഒരു ഫീലാണ്. അതെ, തിരിച്ചു വരും, സെറ്റാവും. അതെ, അത് ആ ഒരു ക്വാളിറ്റിയിലേക്ക് കയറി വരുന്നുണ്ട്. ഡെവലപ്പ് ആദ്യമൊക്കെ വളരെ അത്രയൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഇപ്പോൾ ഈ മൂവിയിൽ ആൾ തകർത്തു, ഭയങ്കര വെറൈറ്റി, അടിപൊളി. അതെ, ആ ഒരു അച്ഛൻ്റെ ആ ബാക്കിയുള്ള സംഭവങ്ങൾ കയറി പോകുന്നുണ്ട്. ഇന്ന് പിടിച്ച